അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരീക്ഷണങ്ങൾ തരുന്നുണ്ടെങ്കിൽ അള്ളാഹു അല്ലാതെ നമുക്ക് മറ്റൊരു കേന്ദ്രമില്ല എന്നുള്ളത് തിരിച്ചു പോകാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം, ഒരു യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ഒരു മാതാവ് ഒരു കുട്ടിയെ അന്വേഷിച്ചുകൊണ്ട് നടക്കാൻ ഒരുപാട് അന്വേഷിച്ച അവസാനം ആ മാതാവ് നഷ്ടപ്പെട്ട കുട്ടിയെ തിരിച്ചു കിട്ടിയ സന്ദർഭത്തിൽ ആ മാതാവ് ആ കുട്ടിയെ മാറോട് ചേർത്ത് ചുംബിക്കുന്ന ആ കാഴ്ച കണ്ട സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിച്ചു, ആ മാതാവ് ആ കുട്ടിയെ ചീലെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവർ പറഞ്ഞു, ഒരിക്കലുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ മാതാവ് ആ കുട്ടിയെ എത്ര സ്നേഹിക്കുന്നുണ്ടോ അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ഉപമയിലൂടെയാണ് അവരെ പഠിപ്പിച്ചത്. സ്നേഹത്തിന്റെ ഏറ്റവും ശുദ്ധമായിട്ടുള്ള രൂപം എന്നുള്ളത് മാതാവ് കുട്ടിയോട് കാണിക്കുന്ന സ്നേഹമാണ്. ആ സ്നേഹത്തിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് സൃഷ്ടാവായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സ്നേഹിക്കുന്നതെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നമ്മൾ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് മഹാനായ ഒരു പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞത്, മരണാനന്തര ജീവിതത്തിൽ എന്റെ മാതാപിതാക്കൾ എന്നെ വിചാരണ ചെയ്യുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്റെ സൃഷ്ടാവായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ വിചാരണ ചെയ്യുന്നതാണ്. കാരണം എന്റെ മാതാപിതാക്കളെക്കാൾ എന്റെ അള്ളാഹു എന്നെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെക്കാൾ എന്നോട് നീതി കാണിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യുന്നതാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനോഹരമായിട്ടുള്ള പ്രസ്താവന. അള്ളാഹു നമ്മളെ മാതാവിനേക്കാൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ മാതാവിന്റെ മുമ്പിൽ ഒരു കുട്ടി കരയുന്നത് പോലെ നമ്മളും അള്ളാഹുവിന് മുമ്പിൽ കരയാൻ നമ്മൾ സന്നദ്ധാകണം എന്നുള്ളതാണ്. നമ്മുടെ തെറ്റുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ തുറന്നു വെക്കുക. സഹോദരങ്ങളെ, നമുക്ക് കിട്ടിയ ഒരു വലിയ സുവർണാവസരമാണ് ഈ റമദാൻ. കഴിഞ്ഞുപോയ പാപങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ തൗബ ചെയ്യുക, കരഞ്ഞുകൊണ്ട് നമ്മൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങുക എന്നുള്ളതാണ്.